എൻ്റെ കൈ ബാത്റൂമിൽ വീണ് 5 ദിവസം മുമ്പ് പൊട്ടിയതാണ്. ഞാൻ 5 ദിവസമായിട്ട് ഈ സിഗ്നൽ നടക്കുന്നുണ്ട്. ഇന്നലെ വന്ന വാർത്തകളൊക്കെ തന്നെ വാസ്തവവിരുദ്ധമാണ്. നിങ്ങൾ ദയവായി അതിൻ്റെ പുറകെ പോരുത്. നിങ്ങൾ ഈ ജാഥയുടെ പോസിറ്റീവ് ചർച്ച ചെയ്യും. ഇന്നലെ രാത്രി 10 മണിക്ക് ജാഥ അവസാനിപ്പിക്കുമ്പോൾ വരെ 3 മണിക്കൂർ വൈകിയത്തെ ജാഥയ്ക്ക് ജനങ്ങളുടെ ഉണ്ടായ റെസ്പോൺസ്, ജനപങ്കാളിത്തം, അതൊക്കെയല്ലേ നമുക്ക് ചർച്ചയാക്കേണ്ടത്. അതുമാത്രമല്ല, എത്ര ജാഥ കടന്നുപോയി, തൊട്ട് മുമ്പ് ഒരു ജാഥ കടന്നുപോയില്ലേ, ആ ജാഥ തമ്മിലുള്ള താരതമ്യപ്പെടണം ഏതെങ്കിലും മാധ്യമം നടത്തിയോ? ഞാൻ എന്ത് തർക്കമാണ് നിങ്ങൾ പറയുന്നത്? ഒരു നിങ്ങൾ അതല്ലേ പറഞ്ഞത്, ഈ വാർത്തകൾ മുഴുവൻ വാസ്തവവിരുദ്ധമാണ്. കാരണം ഒരു ജാഥ ഇട്ട സമയത്ത് നിന്നും വൈകിയെത്തുമ്പോൾ, അത് ജാഥയാവട്ടെ കൺവെൻഷനാവട്ടെ യോഗമാവട്ടെ, സംഘാടകർ ഒരുമിച്ചിരുന്ന് ചില തീരുമാനങ്ങളും ഭേദപ്പെടുത്തും. ആ ഭേദഗതിയിൽ ഇങ്ങനെ വാർത്തയ്ക്ക് എന്താ നമ്മൾ ചെയ്യുക? ഒരു രക്ഷയില്ലേന്. നിങ്ങളോട് പറഞ്ഞോ കഴിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ അതാണ് ഷാഫി. നിങ്ങൾക്കറിയോ? ഇല്ലല്ലോ. ഷാഫി കൃത്യം പറഞ്ഞല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ജാഥയുടെ ശോഭ CPM സൈബർ ആക്രമണം നടത്തി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പുറകെ മാധ്യമങ്ങൾ പോരുത്. ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. കുറ്റ്യാടി മണ്ഡലത്തിൽ ഒരു യാത്ര നടത്തുമ്പോൾ കുറ്റ്യാടി മണ്ഡലത്തിൽ വടകര MP ആയിരുന്നില്ല ആദ്യം വിളിക്കേണ്ടത്. വടകര MP എന്നല്ലേ പറഞ്ഞത് പാറക്കൽ രാഘവട്ടെയും വിളിക്കാൻ? നിങ്ങൾ അറിയോ വിവരം? വടകര MP തന്നെയല്ലേ പറഞ്ഞത്? ഷാഫി തന്നെയല്ലേ പറഞ്ഞത്? രാഘവട്ടെയും നേരം വൈകി പാറക്കലും രാഘവട്ടുമാ സംസാരിച്ചു ഷാഫി അല്ലേ പറയണത്? ഞാൻ എന്നോടല്ലേ പറയണത്? ഒരു നീരസം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫി വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും ഒന്നും തള്ളിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആരും വീണിട്ടില്ല. ആരും വീണിട്ടില്ല. അല്ലല്ല, അത് ഞങ്ങൾ കുറ്റ്യാടിയിലെ സ്റ്റേജിൽ ഒരു പ്രതീക്ഷയ്ക്ക് വിരുദ്ധ കുറച്ച് ആളുകൾ കൂടുതൽ കൊടുത്തിരുന്നു. അത് പിന്നെയുള്ള സ്റ്റേജിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വലിയ ജനാധിപത്യ പാർട്ടിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? ഇതൊന്നും ഞാൻ പറയട്ടെ, നിങ്ങൾ ദയവായി ജാഥയുടെ പോസിറ്റീവ് ചർച്ച ചെയ്യണം. ഞാൻ ആ വിഷ്വലിൽ ഞാൻ അടുത്തുണ്ടായിരുന്ന എന്നോടാണോ നിങ്ങൾ പറയുന്നത്? എന്തോട് ഷാഫി ഞാൻ പറയട്ടെ, 1.5 മണിക്കൂർ വൈകിയൊരു ജാഥയുടെ കൃത്യമായ ക്രമീകരണം വേണ്ടതുകൊണ്ട് ശേഷിക്കുന്ന പരിപാടി കൃത്യം നടക്കാൻ വേണ്ടി ഞങ്ങൾ ക്രമീകരണം നടത്തി. അത് ദയവായി ഇതൊരു വാർത്തയെ കണ്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്നലെ 2-3 മണിക്കൂർ വൈകിയെത്തിയ ജാഥയ്ക്ക് ജനം കൊടുത്ത സ്വീകരണവും ആ ജനങ്ങളുടെ റെസ്പോൺസും അത് ചർച്ച ജനങ്ങളുടെ ഒരു വികാരം ഷാഫി സംസാരിക്കണമായിരുന്നു. പ്രത്യേകിച്ച് വടകര MP എന്ന രീതിയിൽ മാത്രമല്ല, അവിടെ അല്ല ഷാഫി സംസാരിച്ചല്ലോ. പിന്നീട് ജനങ്ങൾ ബാലുശ്ശേരി 10 മണി കഴിയുമ്പോൾ അവിടുന്ന് വന്ന് ഷാഫി സംസാരിച്ചല്ലോ. ഇതൊന്നും ഒരു വാർത്തയാക്കരുത്. ഇതിന്റെ പോസിറ്റീവ് ചർച്ചയാക്കുക. വാർത്തകളൊക്കെ വാസ്തവവിരുദ്ധമാണ്. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.